എന്താണ് കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസ് നോൺ കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസ് എന്നാണ് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒന്ന് വായിച്ചു നോക്കട്ടോ. അതിൽ സെപ്പറേറ്റ് ചെറുപ്പം മുതലേ നമ്മ പല പല ഡിവിഷനായിട്ട് ഇതേ പേര് തന്നെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു തന്നെയാണ്. ഗൂഗിളിന് മിസ്റ്റേക്ക് പറ്റുന്നതല്ല, അങ്ങനെയും പറയും. ഇൻഫെക്ഷനും നോൺ ഇൻഫെക്ഷനും കണ്ടാജിനിയസിന്റെ വേറൊരു പേരാണ് എന്ത് നോൺ ഇൻഫെക്ഷൻ ഡിസീസ് എന്ന്. അതേപോലെ കമ്മ്യൂണിക്കേറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന അസുഖങ്ങൾ. നോൺ കമ്മ്യൂണിക്കേറ്റബിൾ എന്ന് പറയുമ്പോൾ അതെന്താണ് മറ്റൊരാളിലേക്ക് പകരൂല അങ്ങനത്തെ അസുഖങ്ങൾ. ഇപ്പൊ ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങൾ പകരൂ ഇല്ല, അങ്ങനത്തെ അസുഖങ്ങളാണ് നോൺ കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. ഓക്കേടാ. സബ്ജക്ട് ആദ്യമായിട്ട് കയറുന്നതാണ് ക്ലാസ്സിൽ. ഏതാ സബ്ജക്ട്? ഹെൽത്ത് ന്യൂട്രീഷൻ ആണോ? ആദ്യമായിട്ട് കയറണം മോൻ ക്ലാസ്സിൽ? ആദ്യമായിട്ട് കയറുന്നതാണ്. ഓക്കെ, ഞാൻ എടുക്കുന്നത് മൊഡ്യൂള് ഫസ്റ്റ് മൊഡ്യൂളില് പാർട്ട് 1 യൂണിറ്റ് 4 ആണ് എടുക്കുന്നത്. സിലബസും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവൈലബിൾ ആണ് കയ്യിൽ, അല്ലെങ്കിൽ PDF അവൈലബിൾ ആണോ? ഓക്കെ, നോക്കിട്ടാ. എന്താണ് മൊഡ്യൂള് 1 പാർട്ട് 1 യൂണിറ്റ് 4 ആണ് എടുക്കുന്നത്. ഇനി നമ്മ പറഞ്ഞു ഇൻഫെക്ഷൻ ഡിസീസ് ഏതൊക്കെ മാർഗങ്ങളിലൂടെ വരാമെന്ന് പറഞ്ഞു. നമ്മ പറഞ്ഞതില് ഫുഡ്, എയർ, വാട്ടർ ഒക്കെയാണ് പറഞ്ഞത്. അത് കൂടാണ്ട് കുറച്ചും കൂടി ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ ശ്രദ്ധിക്കാതെ എല്ലാവരും. ഇനി ഡൗട്ട് ഒക്കെ ഈ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇത് പറയണത് the medium of infection disease in the food, air, water, etc. Infection diseases spread through the following method. താഴെ പറയുന്ന മെത്തേഡ് വഴി നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഡിസീസ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ്, എന്നെ കാണുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റും? ഞാൻ പിൻ ചെയ്ത് വെച്ചാ മതി. ഓക്കെ, പിൻ ചെയ്ത് വെച്ചിട്ടാ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ് മിസ്. ഓക്കെ, നോക്കട്ടെ. അപ്പൊ ഫസ്റ്റത്തേണ് ഫുഡ് ഐറ്റംസ്. എങ്ങനെയൊക്കെയാണ് ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് അസുഖങ്ങൾ വരുന്നത്? നമ്മളിപ്പോ ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അടച്ചു സൂക്ഷിക്കണം എന്ന് നമ്മളോട് ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണാൻ പറ്റണില്ലേ തീരെ? അത് ചിലപ്പോ അവിടുത്തെ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും, നമുക്കൊക്കെ കാണാം. ഓക്കെ, ഒന്ന് ഇതായിട്ട് ലീവായിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കുന്നില്ല, റീജോയിൻ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നോക്കാട്ടെ. ഫുഡ് ഐറ്റംസ് നമ്മളിപ്പോ വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചു സൂക്ഷിക്കണമെന്ന് എന്താ പറയണത്? അതിൽ വേറെ അണുക്കളോ അല്ലെങ്കിൽ എന്താണ് ഈച്ചകളോ ഒന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? അടച്ചു സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മളിപ്പോ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഫുഡ് ഐറ്റംസ് വഴി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നോക്കാട്ടോ. കൺസ്യൂമിങ് ഫുഡ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ഫ്ലോട്ട്സ് ആൻഡ് അതർ ഇൻസെക്ട്സ് in the reason for various diseases and infections. നമ്മുടെ നമ്മൾ എന്താണ് എന്തെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ ഫ്ലൈകള്, നമ്മുടെ ഈച്ചയൊക്കെ മെയിൻ ആയിട്ടുള്ള രോഗവാഹികളാണ്. അവരെവിടെയൊക്കെ പോയിട്ട് നിന്നിട്ടാണ് ഭക്ഷണത്തിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വഴി നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മലേറിയ എല്ലാം എന്താ പറയാ, ഒരുപാട് കോളറയൊക്കെ അതുവഴി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഈച്ചകളൊക്കെ വന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രിക്കോഷൻസ് എടുക്കുക. അതേപോലെ മലിനമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്താ പറയുക പഴക്കമുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം എന്താ പറയാ, അതിലൊക്കെ വല്ല ഫംഗസോ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ബ്രെഡ് ഒക്കെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും നോക്കുക. ഫുഡ് ഐറ്റംസ് നമ്മളിങ്ങനെ റെഡിമെയ്ഡ് ആണെങ്കിൽ ചില വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. മെയിൻ ആയിട്ട് ബ്രെഡ്, പപ്സ്, ബണ്ണുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നോക്കുക. വല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ, ഡേറ്റ് കഴിയാറായോ എന്ന് അതിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് വല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നല്ല രീതിയിൽ പരിശോധിക്കാം. പരിശോധിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അതേപോലെ തന്നെ നമ്മള് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ചപ്പാത്തീസ് ഒക്കെ കിട്ടുമല്ലോ. ചപ്പാത്തി എന്താ പറയാ, ആ ചപ്പാത്തിയില് എന്താ പറയാ കുറച്ച് കൂടുതലായിട്ട് അവർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ എന്താ പറയാ സോഡാപ്പൊടി എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. വിനാഗിരി, സോഡാപ്പൊടി, കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കാണുന്ന പോലെ നമ്മ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ അത്രയും പെർഫെക്ഷനോടെ എല്ലാം വരുന്നത്. കാരണം അങ്ങനെ പൊന്തിയൊക്കെ വരുമല്ലോ.
ടിവിയിലൊക്കെ കാണിക്കുന്ന പോലെ പൊന്തി വരാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ചപ്പാത്തി കുറച്ച് ടൈം എടുത്താലും ചുട്ട് കൊടുക്കാൻ നോക്കുക. പിള്ളേര് അത് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അഡിക്ഷൻ വരും. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, ഇനി യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, ഡേറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചുട്ട് നോക്കാം. ഒന്ന് ചുട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിന് വല്ല പുളിപ്പുണ്ടെങ്കിൽ അതെന്താണ്, അത് ഇതായിട്ടുണ്ട്, കേടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അത് യൂസ് ചെയ്യാതിരിക്കാം. അപ്പൊ ഡേറ്റ് നോക്കിയിട്ട് വേണം എന്ത് ഐറ്റംസും എന്ത് ചെയ്യാൻ, ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനും യൂസ് ചെയ്യാനും. ഓക്കെ, ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരും. ആ ഇൻഫെക്ഷനിൽ മെയിൻ ആയിട്ട് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ധാരാളം ഫ്ലൈസ് ആണ്. നമ്മൾ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ച് സൂക്ഷിക്കുക. എപ്പോഴും അടച്ച് സൂക്ഷിച്ചു വെക്കാൻ നോക്കുക. ഭക്ഷണം എടുക്കുക, കഴിക്കുക. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാവട്ടെ, ഗ്ലാസ് ആവട്ടെ, എല്ലാം വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്. ഫുഡ് ഐറ്റംസ് വഴി ആരാണ് മെയിൻ ആയിട്ട് അസുഖങ്ങൾ വരുത്തുന്നത്? ദ ഫ്ലൈ ഈസ് മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരെയാണ്, ഡാഷ് ഈസ് ദ മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓപ്ഷൻസിൽ ഫ്ലൈ, മോസ്കിറ്റോസ്, വേറെ ഇൻസെക്ട്സിന്റെ ഒക്കെ പേരുണ്ടെങ്കിലും ആരാണ് മേജർ കാരിയർ? ഫ്ലൈസ് ആണ് മേജർ കാരിയർ ആയിട്ട് ഇൻഫെക്ഷൻ ഡിസീസിന്റെ ആക്ട് ചെയ്യുന്നത്. ഫുഡ് ഐറ്റംസ് ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെയാണ് മിസ്. നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത് എയർ. നമുക്കറിയാം നമ്മളെല്ലാവരും എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖത്തിന് ഫേസ് ചെയ്തിട്ട് വന്നു നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. കൊറോണ എന്ന് പറയുന്ന വലിയൊരു അസുഖം അതിന് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫേസ് ചെയ്ത് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എയർ വഴി എന്ത് പകരുന്നുണ്ട്, ഈ ഡിസീസുകളൊക്കെ പകരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എയർ വഴിയും വേറെ അസുഖങ്ങളും പകരുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. എയർ ആണ് ഒരു മീഡിയം. നമ്മുടെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു മീഡിയം ആയിട്ട് എന്താണ്, എയർ ആണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വയ്യാന്ന് വെച്ചാൽ ചുമ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ അവന്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ചുമയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടീനെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അവനെ ഐസൊലേറ്റ് ചെയ്യുക, ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുക. ബാക്കി കുട്ടികൾക്ക് വരാതിരിക്കാനായിട്ട് പ്രിക്കോഷൻസ് ആരെടുക്കുക, നമ്മൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കുക. ഇനിയിപ്പൊ അവന് തീരെ വയ്യാന്നാണെങ്കിൽ നമ്മൾ പാരന്റ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറയാം. അപ്പൊ എയർ വഴി നമുക്ക് അസുഖങ്ങൾ വരും. എയർ വഴി വരുന്ന അസുഖങ്ങൾ മെയിൻ ആയിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. Many patients cough and sneeze. Thousands of germs spread in the air. നമ്മൾ നോക്കുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എന്താണ്, തൗസൻഡ്സ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് വഴി തൗസൻഡ്സ് ഓഫ് ജേംസ് ആണ് എയറിലേക്ക് സ്പ്രെഡ് ആവുന്നത്. അപ്പൊ ഒരു അടച്ചിട്ട ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് ഇതേപോലത്തെ എന്തെങ്കിലും എന്താണ് ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ടെങ്കിൽ അവൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അവരുടെ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഇല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടീനെ മാറ്റിയെടുക്കുക. അതേപോലെ നമുക്ക് കുട്ടികളോട് ശീലിപ്പിക്കാം. എന്ത് ചെയ്യുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒന്നില്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഇങ്ങനെ ചുമയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ അകത്തേക്ക് നമ്മളിപ്പോ ഇങ്ങനെ ബനിയം വെച്ചിങ്ങനെ തുമ്മണെന്നൊക്കെ കൊറോണ ടൈമിൽ പറഞ്ഞില്ലേ, അതേപോലെ തുമ്മ. അതേപോലെ അല്ലെങ്കിൽ കർച്ചീഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, തുമ്മാനും ചുമയ്ക്കാനും നോക്കാന്ന് പറയാം. അപ്പൊ എന്താണ്, ഡിസീസിന്റെ ഈ ജേംസിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. നമുക്ക് ഈ അസുഖം വരുന്നത് കുറവായിരിക്കും. ഇനി നോക്കാം, thousands of germs spread in the air. അങ്ങനെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും thousands of germs ആണ് എന്തിലേക്ക് വന്നത്, നമ്മുടെ എയറിലേക്ക് വന്നത്. They carried through air and get into the body of the person having less immunity power. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കാണ് ഇമ്മ്യൂണിറ്റി പവർ കുറവ്. നമ്മൾ വലിയവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അത് വളർന്നു വരുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. പെട്ടെന്ന് അസുഖം വരാനും ചാൻസ് ഉണ്ട് അതുവഴി. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അസുഖം വരും. അപ്പൊ അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാർക്ക് എങ്ങനെ വരും, ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ മറ്റൊരു കുട്ടീന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമുള്ള കുട്ടീനെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുക, പാരന്റ്സിനോട് പറയാം മാറിയിട്ട് വന്നാൽ മതി. കാരണം അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതുവഴി വരുന്ന അസുഖങ്ങളുടെ എക്സാമ്പിൾസ് ആണ് പറയണത്. കഫ്, കോൾഡ്, മെലൈസിസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് എക്സെട്ര ആർ എക്സാമ്പിൾ ആൻഡ് സ്പ്രെഡ് ഔട്ട് എയർ. അപ്പൊ എയർ വഴി സ്പ്രെഡ് ചെയ്യണ കുറച്ച് ഡിസീസിന്റെ എന്താ പറയുന്നത് എക്സാമ്പിൾസ് ആണ് കഫ്, ചുമ, കോൾഡ്, ജലദോഷം, മെലൈസിസ്, പിന്നെ സ്മോൾ ബോക്സ്, ചിക്കൻ ബോക്സ് ഒക്കെ പോലത്തെ, പിന്നെ ട്യൂബർകുലോസിസ്, ക്ഷയം, ഇതൊക്കെ എന്താണ് എയർ വഴി സ്പ്രെഡ് ചെയ്യും. ഓക്കെ, മിസ് മെലാസിസ് എന്താ? അഞ്ചാം പനിയാണോ? അഞ്ചാം പനി കേട്ടിട്ടില്ലേ? നമുക്കത് ഡിസ്കസ് ചെയ്യാനായിട്ട് ചാപ്റ്റർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതിന് പോകാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഫുഡ് ഐറ്റംസും എയറും ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും.
എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ഒരു 2 മിനിറ്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. വേഗം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ് ഫ്ലൈയുടെ മീനിങ് എന്താ വരുന്നത്? എന്താണ്? ഫ്ലൈ ഫ്ലൈ ഈസ് ഈച്ച. ഈച്ച. കേട്ടില്ല. ഈച്ച. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്ത് വരും? ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫുഡ് ഐറ്റംസ് വഴി വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അസുഖം ഏതൊന്നും പറയണില്ല, ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് അസുഖങ്ങൾ പകരാം എന്നാ പറയുന്നത് കേട്ടോ. ഫ്ലൈസിന്റെ മീനിങ് ആരാ ചോദിച്ചേ? ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ ഫ്ലൈ ഈച്ചയാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഒന്നുകൂടെ നോക്കട്ടെ ബാക്കി. ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ ഓക്കെ വായിച്ചു. ഓക്കെ. ഓക്കെ, നോക്കാട്ടാ. അടുത്തത് മ്യൂട്ട് ആക്കാൻ പറ്റുമോ? മോഹൻ ദാസ് എന്നാണ് കിടക്കുന്നത്. അഫക്റ്റഡ് ബൈ ഫ്ലോട്ട്സ് എന്ന് പറഞ്ഞു. അഫക്റ്റഡ് ബൈ ഫ്ലോട്ട്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫ്ലോട്ട്സ് ഫ്ലൈസ് തന്നെയായിരിക്കും. ആൻഡ് അതർ ഇൻസെക്ട്സ്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് നോക്കട്ടെ. അതാണ് ഞാനത് ഇതായിട്ട് പറയാനത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആണ്. അവർ വഴി വന്ന അസുഖങ്ങളാണ് മെയിൻ ആയിട്ട്. ഫ്ലൈസ് വഴി വരുന്ന അസുഖങ്ങൾ നമ്മൾ നോക്കി. ഫ്ലൈസ് വഴി നമുക്ക് അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് എന്തൊക്കെ ഇൻസെക്ട്സ് കാരണം വരാറുണ്ട്? മൊസ്കിറ്റോസ് വഴി വരാറുണ്ട്, ചിക്കൻ ഗുനിയ, അതേപോലെ മലേറിയ, അങ്ങനെ ഒരുപാട്. പിന്നെ ഇൻസെക്ട്സുകൾ വഴി വരാറുണ്ട് അസുഖങ്ങൾ. അതിൽ റാറ്റ്, അതേപോലെ എന്താ പറയാ പക്ഷിപ്പനി വരാറുണ്ട്. പിന്നെ H1N1 പന്നിപ്പനി, H1N1, അതേപോലെ ഒരുപാട് ഇൻസെക്ട്സ്. നിപ്പ ഇൻസെക്ട് വഴിയല്ലേ വന്നത്, ബാറ്റ് വഴിയല്ലേ വന്നത്. അപ്പൊ നിപ്പ അങ്ങനെ വന്ന ഒരുപാട് അസുഖങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഈ എന്താ പറയാ നോക്കാട്ടോ. Besides flies, mosquito, insects, rats and other creatures like pet dogs, farm animals, അതിലാണ് നമ്മുടെ H1N1 ഒക്കെ പറയാം. And even birds are responsible for carrying infections. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരുത്താനായിട്ട് ഈ പറഞ്ഞ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ച് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫിലാരസിസ്, ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്, കോളറ, ടെൻസ് ഫീവർ ഒക്കെയാണ് പറയുന്നത്. ഈ പ്ലേഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളർത്തുനായിനൊക്കെ നമുക്ക് കടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേഗ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മലേറിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുക് വഴി വരുന്ന ഒരു അസുഖമാണ്. അതേപോലെ ചിക്കൻ ഗുനിയ, മലേറിയ, ഡെങ്കിപ്പനിയൊക്കെ കൊതുക് കുത്തുന്നത് വഴി വരുന്ന അസുഖങ്ങളാണ്. പിന്നെ കോളറ ഈച്ച വഴി വരാം. ഈച്ച മലിനമായ ജലത്തിലോ എന്തെങ്കിലും പോയിരുന്നിട്ട് അത് വന്ന് നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമുക്ക് അത് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടെൻസ് ഫീവർ,
കിടങ്ങ് പനി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഇൻസെക്ട് തലയിലുള്ള ആ പെയിൻ വഴി, പെയിൻ പോലത്തെ ഒരു ജീവിയാണ്, പെയിൻ വഴി വരുന്ന ഒരു അസുഖമാണ്. ഓക്കെ, അനിമൽസ് അതർ ക്രീച്ചേഴ്സ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് വരുന്ന കാരിയേഴ്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുക. ഫ്ലൈസ് വഴി, മൊസ്കിറ്റോസ് വഴി, ഇൻസെക്ട്സ്, പിന്നെ റാറ്റ്സ്, അതേപോലെ അതർ ക്രീച്ചേഴ്സ് ആയ പെറ്റ് ഡോഗ്, ഫാം അനിമൽസ് ഒക്കെ വഴി, ബേർഡ്സ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്. ബേർഡ്സ് വഴി വരുന്ന അസുഖങ്ങളാണ് നിപ്പ, പക്ഷിപ്പനി, അതേപോലെ ഫാം അനിമൽസ് വഴി വരുന്ന അസുഖങ്ങളാണ് നമ്മുടെ H1N1. പിന്നെ പെറ്റ് ഡോഗ് വഴി വരുന്നതാണ് പ്ലേഗ്. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ കേട്ടിട്ടൊക്കെ ഉള്ള പേരുകളാണ്. അനിമൽസ് വഴിയും അതർ ക്രീച്ചേഴ്സ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്. ഇനി ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്. അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പുറത്ത് പോകണം, മിക്ക പാരന്റ്സിനും അറിയാവുന്ന കാര്യമാണ്. ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ വരെയും ദാഹമോ വെള്ളമോ അങ്ങനെ ഒന്നും ചോദിക്കില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, അതേപോലെ തന്നെ ദാഹിക്കുന്നു എന്നൊക്കെ പറയും. ഒരു കാരണവശാലും ഈ പെട്ടിക്കടയിൽ നിന്നൊന്നും വെള്ളം വാങ്ങിച്ച് കൊടുക്കാതിരിക്കാൻ നോക്കും. സർബത്താവട്ടെ, സോർബറ്റ് എന്ന് വെച്ചാൽ സർബത്താണ്, അതേപോലെ ജ്യൂസ് അങ്ങനെ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കാം. നമ്മൾ മാക്സിമം ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തടിച്ച് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇവർ യൂസ് ചെയ്യുന്ന ഐസ് ഒക്കെ എന്താണ്, നല്ല വെള്ളത്തിൽ കൊണ്ടാണോ ഉപയോഗിക്കുന്നത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിച്ച് കൊടുക്കാനായിട്ട് വരാം. ചിലപ്പോൾ അതുകൊണ്ട് ചില പിള്ളേർക്ക് എന്താണ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കാട്ടാ. ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബറ്റ്. ഇൻ മാർക്കറ്റിൽ കോഫി, സോർബറ്റ് ആർ സോൾഡ് ഇൻ ഓപ്പൺ. തുറന്ന സ്ഥലത്താണ് അത് എന്ത് ചെയ്യണത്, സോൾവ് ചെയ്യണത്. There are contaminated by dust and dirt particles. നമ്മൾ ഭയങ്കരമൊക്കെ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇതിങ്ങനെ എന്തിനാ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ആ പൊടിയും അതേപോലെ തന്നെ ഡേർട്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുവഴി നമുക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ് എക്സെട്ര ആർ ഡിസീസ് വിച്ച് സ്പ്രെഡ് ത്രൂ ദ മീഡിയം. അപ്പൊ ഇത്രയും അസുഖങ്ങളൊക്കെ നമുക്ക് കൂടാണ്ട് അസുഖങ്ങളുണ്ട്. ഇതുവഴി നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിസെൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കം, ആ ഒരു ഇതാണ്. നമുക്കിതെല്ലാം പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോ പേര് മാത്രം പറഞ്ഞു പോകുന്നത്. ഈ അസുഖങ്ങളൊക്കെ ഇതുവഴി വരും. ഓക്കെ, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അടുത്തൊരു ഫാക്ടർ ആണ് എന്ത്, ഡേർട്ടി ഹാൻഡ് ആൻഡ് ഫീറ്റ്സ് ആണ്. നമ്മൾ കുട്ടികളോട് എത്ര പറഞ്ഞാലും അവര് എന്താ പറയാ, കളിച്ചത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി വന്ന് എന്ത് ചെയ്യും, ടേബിളിലേക്ക് വന്നിരിക്കും. കയ്യൊന്നും വാഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, വാഷ് ചെയ്യുകയും കൂടില്ല, അവർ ഓടി വന്ന് എവിടേക്ക് ഇരിക്കാൻ, ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുക. നമ്മൾ അവരെ വാൺ ചെയ്യുക. ഒരു കാരണവശാലും പുറത്ത് എവിടെ പോയി കളിച്ചു വരികയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതേപോലെ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൈ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വാഷ് ചെയ്തിട്ട് വേണം എവിടെ ഇരിക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ വാൺ ചെയ്യണം. അതേപോലെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് നമ്മൾ ഈ ശീലം അവർക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യിപ്പിക്കുക. അപ്പൊ PT അല്ലെങ്കിൽ എന്തുണ്ടാവും, പ്ലേ ടൈം ഉണ്ടാവുമല്ലോ, പ്ലേ ടൈം കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് നല്ല രീതിയിൽ കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ക്ലാസ്സിലേക്ക് വരാനുള്ളത്. നമ്മൾ അവരെ എന്ത് ചെയ്യണം, ചെറുപ്പത്തിലേ പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും അവരാ പിന്നെ ആ ഒരു ലൈഫിൽ അത് അങ്ങോട്ട് ഫോളോ ചെയ്ത് പൊക്കോളും. നോക്കാം. Children should be trained to wash their hands and feet constantly, especially after any travel or sports. അപ്പൊ മെയിൻ ആയിട്ട് ട്രാവൽ കഴിഞ്ഞിട്ടോ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞിട്ടോ നല്ല രീതിയിൽ അവരുടെ ഹാൻഡ് ഫീറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യാ, വാഷ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കണം. ആഫ്റ്റർ പ്ലേയിങ് വിത്ത് സോയിൽ, ചിൽഡ്രൻസ് മേ ടേക്ക് ഫുഡ് വിതൗട്ട് വാഷിംഗ് ദെയർ ഹാൻഡ്സ് പ്രോപ്പർലി. ചില ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മണ്ണിലൊക്കെ കളിച്ചതിന് ശേഷം ഓടി വന്ന് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാറുണ്ട്. Thus the germ gets into the body and bring disease. അങ്ങനെ അഞ്ചാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ചെല്ലുകയും അതുവഴി നമുക്ക് അസുഖങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. ഡിസീസസ് ലൈക്ക് പോളിയോ, ഡയസെൻട്രി ആൻഡ് ടെറ്റനസ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റഡ് ദിസ് വേ. ഇതുവഴി ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഏതൊക്കെയാണ്, പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പോളിയോ നമ്മൾ എടുക്കേണ്ട അപ്പൊ പറഞ്ഞുതരാം. ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിളക്കം, ആ ഒരു ഇതാണ്. പിന്നെ ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, കുട്ടികളൊക്കെ എവിടെ കളിക്കാനായിട്ട് പോകണത്, നമ്മളെല്ലാവരും പിള്ളേരൊക്കെ എവിടെ കളിക്കാൻ പോകണത്, പാടത്തും പറമ്പത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ കുട്ടികളുടെ കാലിന് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ടെറ്റനസിന്റെ രോഗമാണോ ആ മുറിവിൽ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ അതിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് ടെറ്റനസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതാണ് കുട്ടികൾ എല്ലാവരോടും ഡോക്ടർമാരെ അല്ലെങ്കിൽ നമ്മള് എല്ലാവരോടും പറയുന്നത് എന്താണ്, നമുക്ക് എന്തെങ്കിലും മുറിവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക, TT എടുക്കാന്ന് പറയാറില്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്,
ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരോടും എന്തെടുക്കാൻ പറയണത്. എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ ആണിയോ അങ്ങനെ എന്തെങ്കിലും കാലമേക്കാനും കുത്തി കയറാണെങ്കിൽ നമ്മളോട് എന്തെടുക്കാൻ പറയും, ട്രീറ്റ് എടുക്കാനായിട്ട് പറയണത് അതുകൊണ്ടാണ്, ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 5 ഫാക്ടേഴ്സ് വഴിയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻഫെക്ഷൻ ഡിസീസ് വരുന്നത് പറയണത്. മിസ് അതിന്റെ മലയാളം എന്താ? ഏതാണ്? ടെറ്റനസ് ആണോ? ടെറ്റനസിന്റെ ടെറ്റനസ് തന്നെ ഉണ്ടാ. പിന്നെ TT എന്ന് പറയും, അല്ലെങ്കിൽ ടെറ്റനസ്. ഞാൻ നോക്കിയിട്ട് പറയാം, മലയാളം കറക്റ്റ് മലയാളം വേർഡ് നോക്കിയിട്ട് പറയാം. ഫ്ലോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണോ? നോക്കാട്ടെ. നിലച്ച വെള്ളം എന്നാ അതിന്റെ മീനിങ് വന്നത്. ഞാൻ നോക്കിയപ്പോ കിട്ടിട്ടാ. അതെനിക്കൊരു സ്പെല്ലിങ്ങിന്റെ ഒരു ഡൗട്ട് ഉണ്ട്, അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, ടെസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടാ. ലാസ്റ്റ് 2 പോയിന്റ് ഒന്നുകൂടി പറയാമോ? ലാസ്റ്റ്ലി ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ മണ്ണിലൊക്കെ പോയി കളിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ആയിട്ട് കൈ വാഷ് ചെയ്തിട്ടൊക്കെയാണോ വരാറല്ല. അപ്പൊ അവർ പ്രോപ്പർ ആയിട്ട് കൈ വാഷ് ചെയ്തില്ലെങ്കിൽ മണ്ണിലൊക്കെ കളിച്ചു വരുമ്പോ മുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലൊക്കെ ഒരുപാട് എന്തെണ്ണാണുക്കൾ ഉണ്ടെന്നാ പറയണത്, ജേംസ് ഉണ്ട്. അപ്പൊ ഈ ജേംസ് അവർ ആ കൈയൊന്നും കഴുകാണ്ട് വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ജേംസ് അവരുടെ ശരീരത്തിലേക്ക് കയറി അവർക്ക് അസുഖം വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന അസുഖങ്ങളുടെ പേരാണ് ഈ പറഞ്ഞ പോളിയോ, ഡൈസെൻട്രി, ടെറ്റനസ് കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. ഒരു 2 o'clock ആവണ വരെയും ടൈം ഉണ്ട്, വേഗം ഡൗട്ട് ചോദിക്കാം. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാട്ടോ. ബോയ്സ് ചെയ്യാം, നോക്കാം. വേഗം വായിച്ചു നോക്കി. മിസ് 5 പോയിന്റ് കാണാൻ പഠിക്കണ്ടാണോ? വേണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ് പറയണത്, 1 word ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് 1 word ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം കുറച്ച്. അപ്പൊ നമുക്കത് ഒരു ഇത് കിട്ടും, എന്താ പറയാ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, കാണാപ്പാടം പഠിക്കാനില്ല, മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. കാരണം ഈ ഒരു പേജ് തന്നിരിക്കുക അല്ലെങ്കിൽ PDF തന്നിരിക്കുന്ന കാര്യങ്ങളിലായാലും അതിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണ് മിസ്, വായിച്ചു. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. പറഞ്ഞോടാ. രണ്ടാമത്തെ ആനിമൽസ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ഇല്ലേ, ഈ കിളികളൊക്കെ കൊത്തിയ പഴങ്ങൾ കഴിക്കുന്നതിലൂടെ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടീനെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് കഴിയുമ്പോ അതിലൂടെ ഉണ്ടാകുന്ന രോഗാണുക്കളൂടെ അങ്ങനെയൊക്കെ. വീട്ടിൽ വളർത്തുന്ന പട്ടിനെ കൈകൊണ്ട് തൊടുമ്പോഴൊന്നും സംഭവിക്കില്ല. പക്ഷെ അവരുടെ നെക്കോ എന്തെങ്കിലും നമ്മുടെ മേത്തിങ്ങനെ ഇത് ചെയ്യൂലേ, സ്ക്രാച്ച് എന്തെങ്കിലും മേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ നെഹത്തിലൊക്കെ എന്തുണ്ടാവും, ഈ ടെറ്റനസ് പോലത്തെ രോഗാണു ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലേക്ക് അതുവഴി കയറാനും നമുക്ക് ചാൻസ് ഉണ്ട്. ഇപ്പൊ പട്ടികളൊക്കെ ആണെങ്കിൽ എന്താ പറയാറില്ലേ, പ്ലേഗ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് അതർ ക്രീച്ചേഴ്സിൽ പറയുന്നത്. അതേപോലെ നമ്മൾ നിപ്പ എന്ന് പറയുന്ന ഒരു അസുഖം എങ്ങനെയാ വരുന്നത്, ഈ വവ്വാല് അല്ലെങ്കിൽ പക്ഷികൾ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ അത് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരോട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ ആണ് നമുക്ക് ഈ അസുഖം എന്ത് ചെയ്യണത് വരുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ? ഓക്കേടാ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻസ്. കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ഫസ്റ്റത്താണ് വൂഫിംഗ് കഫ്. വൂഫിംഗ് കഫ് എന്ന് വെച്ചാൽ ഇല്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയും. എന്താണ് പറയണത്,
വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയും. വൂഫിംഗ് കഫിന് വേറെയും പേരുണ്ട്. നമ്മളൊരു അസുഖം പറയുകയാണെങ്കിൽ അസുഖത്തിന് ഒന്നിൽ കൂടുതൽ പേരുണ്ട്. മാക്സിമം എനിക്ക് അറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളും ഞാനായിട്ട് ഷെയർ ചെയ്യണം. അസുഖങ്ങൾക്ക് വേറെ പേരുണ്ടെങ്കിൽ. ഈ വൂഫിംഗ് കഫിന്റെ വേറൊരു പേരാണ് പെർട്ടുസൈഡ്. അതിന് സ്പെല്ലിങ് ഞാൻ അയച്ചിടാം. സ്പെല്ലിങ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് എന്ത് ചെയ്യാം, എഴുതി വെക്കാം കേട്ടോ. ഇതാണ് വില്ലൻ ചുമാണ് എന്ത് ചെയ്യണത് പറയണത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ്സ് ഓൾസോ പെർട്ടുസിസ് ഈസ് ഓൾസോ നോൺ ആസ് വൂഫിംഗ് കഫ്. ഇതിന് പറയണ വേറെ പേരാണ് എന്ത്, വൂഫിംഗ് കഫിന്. ഹൈലി കണ്ടാജിനിയസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇത് എന്ത് വഴിയാണ് വരുന്നത്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴിയാണ് ഈ അസുഖം വരുന്നത്. കണ്ടാജിനിയസ് ഡിസീസ് ആണ്. ഇത് ഒരാളായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ മറ്റൊരു കുട്ടിക്കും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ അസുഖം വില്ലൻ ചുമ, ഈ അസുഖം നമുക്ക് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടാവും. ചില ചുമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചുമ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 days ഓഫ് കഫ് ഒന്നും ഇതിനെ പറയണ്ട, അല്ലെങ്കിൽ 100 days ഓഫ് കഫ്. വില്ലൻ ചുമയുടെ വേറെ പേരെന്താണ്, 100 days ഓഫ് കഫ് ഓർ കഫ് ഓഫ് 100 days നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. 100 ദിവസം വരെ നമുക്ക് ഈ ചുമ വിട്ട് മാറാത്ത ചുമ ഉണ്ടാവും. ചുമച്ച് നമുക്ക് എന്താ പറയാ, ഇവിടെയൊക്കെ പൊട്ടി ബ്ലഡ് ഒക്കെ ഇത് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഈ അസുഖം വരും. നമ്മളെ പോലത്തെ കുറച്ച് മുതിർന്നവർക്ക് അത്ര വലിയതായിട്ട് ബാധിക്കില്ല, ചുമ മാത്രമായിട്ട് ഉണ്ടാവുള്ളെങ്കിൽ. പക്ഷെ അത് കുട്ടികളിൽ വളരെ വളരെ മോശമായിട്ട് ബാധിക്കുന്നത്. ചിലപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീരെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകാൻ വരെ, ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകാനും അതേപോലെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസും എന്തിനുണ്ട്, വില്ലൻ ചുമക്ക് ഉണ്ട്, വൂഫിംഗ് കഫിന് ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ ചുമക്കുകയാണെങ്കിൽ, എന്താ പറയാ, വൂഫിംഗ് കഫ് ഉള്ള ഒരാൾ ചുമക്കുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് ചുമക്കുകയാണെങ്കിൽ, ആ ചുമക്കുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞ ഒരുപാട് ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അത് മറ്റൊരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞൊരു വ്യക്തി ശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് അത് കയറാനും അത് സ്പ്രെഡ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് കണ്ടാജിനിയസ് ഡിസീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം എന്താണ് ഇതെന്ന് നോക്കാം. Whooping cough. It is affected the children below 5 years of age. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് വളരെ മോശമായിട്ട് ഈ അസുഖം ബാധിക്കുന്നത്. Non-stop cough cause difficulty in breathing, weak and vomiting may occur. അവർക്ക് എന്ത് ചെയ്യും, ശ്വസിക്കാനും പറ്റൂല, അതേപോലെ ബ്രീത്ത് ചെയ്യാനും പറ്റൂല, അതേപോലെ വോമിറ്റിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഇസ് വെരി ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. Hence the child is ഷെഡ്യൂൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ചെയ്യാൻ, മറ്റുള്ള കുട്ടി ഇപ്പൊ നമുക്ക് ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടീനെ എന്ത് ചെയ്യാനായിട്ട് മാക്സിമം ചെയ്യാൻ, മറ്റു കുട്ടികളിൽ നിന്ന് മറ്റേ ഐസൊലേറ്റ് ചെയ്യുക, ആ കുട്ടീന്റെ വീട്ടിൽ പറയാം. കുട്ടിക്ക് ഇപ്പൊ ആദ്യം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം, 2 ദിവസം റിപ്പീറ്റ് ആയിട്ട് ചുമ ക്ലാസ്സിൽ ഇരുന്ന് ചുമക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ച് പറയും കുട്ടിക്ക് തീരെ വയ്യ, അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ ഡോക്ടർ പീഡിയാട്രീഷ്യനെ കാണാം, അവന് ആവശ്യമുള്ള മരുന്ന് എടുക്കുക. കാരണം എന്താ എനിക്ക് വില്ലൻ ചുമയാണ് നമുക്ക് ചിലപ്പോൾ തോന്നും, നമുക്ക് കുട്ടികൾ ചുമയ്ക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ഇങ്ങനെ അസുഖമാണോ എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ അസുഖങ്ങൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വില്ലൻ ചുമ എന്ന് പറയുന്നത്. തീരെ മാറില്ല. അതേപോലെ 100 days ഓഫ് കഫ് എന്നും ഇതിന്റെ പേരുണ്ട്. അപ്പൊ എഴുതി വെക്കുക, വൂഫിംഗ് കഫ്, പെർട്ടുസൈസ്, 100 days ഓഫ് കഫ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. പിന്നെന്താ പറയുന്നത്, കുട്ടികളിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് ബാധിക്കണമെങ്കിൽ അവരുടെ മരണം വരെ കാരണമാവണ അസുഖമാണ്. അതേപോലെ ഇൻഫെക്ട് ചെയ്യണ എങ്ങനെയാണ്, ഈ കുട്ടി ഒരാൾക്ക് ചുമയുണ്ടെങ്കിൽ അയാൾ ചുമയ്ക്കുമ്പോൾ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഈ അസുഖം വരുന്നത്. ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. ടെപ്റ്റ വാക്സിൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പേര് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവാം. ടെപ്റ്റ എന്ന് പറയുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് ആൻസുലർ പെർട്ടുസൈസ് വാക്സിനും, അതേപോലെ തന്നെ ടെപ്റ്റ എന്ന് പറയുന്നത് ടെറ്റനസ്, ഡിഫ്തീരിയ ആൻഡ് ആൻസുലർ പെർട്ടുസൈസ് എന്ന് പറയുന്ന വാക്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ ടൈം പീരീഡും ഇപ്പൊ കുട്ടികളിൽ പുതിയ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആഴ്ച മുതൽ ഈ വാക്സിൻസ് കൊടുത്തു തുടങ്ങുന്നുണ്ട്. 6 ആഴ്ചയില് ഫസ്റ്റ്, പിന്നെ 10 വീക്ക് ആകുമ്പോ സെക്കൻഡ്, അല്ല ഫസ്റ്റ് 6th വീക്കില് 0 ഡോസ്, 10th വീക്കില് ഫസ്റ്റ് ഡോസ്, 14th വീക്കില് സെക്കൻഡ് ഡോസ്, പിന്നെ 1.5 വയസ്സില് 1.5 വയസ്സ് to 2.5 വയസ്സിനുള്ളിൽ ബൂസ്റ്റർ ഡോസ്. അങ്ങനെയാണ് ഈ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് അംഗനവാടിയിൽ നിന്നൊക്കെ നമ്മുടെയൊക്കെ ഹെൽത്തിൽ നിന്നൊക്കെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടാകും, ഹെൽത്ത് കാർഡ് കുട്ടികളുടെ. ആ കാർഡിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സിന്റെ ഒക്കെ പേര് കാണും. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത തന്നെ ചാപ്റ്റർ 7 നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വാക്സിന്റെ പേര് ഫുൾ ആയിട്ട് ഇന്ന അസുഖം വരുന്നത്, ഇന്ന അസുഖത്തിന് വേണ്ടി പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, ഏത് ടൈമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, വൂഫിംഗ് കഫിനെ കുറിച്ചാണ് പറഞ്ഞത്. വൂഫിംഗ് കഫിന്റെ പേരെന്തായിരുന്നു? വീലൻ ചുമ. ഈ വൂഫിംഗ് കഫ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. hence the child is secluded എന്ന് പറഞ്ഞാ എന്താണ്? hence the child is secluded. അത് വെച്ചാൽ ഐസൊലേറ്റ് ചെയ്യണം എന്നാണ് മീനിങ് വന്നേട്ടാ. ആ കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയാ, ക്വാറന്റൈൻ ഐസൊലേറ്റ് ചെയ്യാന്നുള്ള മീനാണ്. കുട്ടീനെ മാറ്റി നിർത്തണം, മറ്റുള്ള കുട്ടികൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്യാന്നുള്ള അർത്ഥമാണ്. ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ എഴുതി വെക്കാം മീനിങ്. ഓക്കെയാണോ അസുഖം? വൂഫിംഗ് കഫ്. ഓക്കെ, അടുത്ത ഡിസീസ് ആണ് എന്താണ്? ഡിഫ്തീരിയ. എന്താണ്? ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ തോട്ട് വിൻ പൈപ്പ്, തൊണ്ടയുടെ ഉള്ളിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ഡിസീസ് ആണ് എന്ന് പറയുന്നത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാനൊന്ന് ഡിഫ്തീരിയയുടെ ഇമേജ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇത് എങ്ങനെയാ വന്നേന്നുള്ളത് കേട്ടോ. ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടിൽ ആദ്യം ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ, തൊണ്ടയിൽ ഇൻഫെക്ഷൻ പോലെയാണ് വരുന്നത്. പിന്നെ അത് ഒരു ഭയങ്കരമായിട്ട് ഒരു വെള്ള പാട അവിടെ ഡെവലപ്പ് ചെയ്യും. ഒരു വെള്ള കളറുള്ള പാട പോലെ വരും. പിന്നെ അത് നമുക്ക് ശ്വസിക്കാനൊന്നും പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരും. നമ്മുടെ വായിൽ ഇങ്ങനെ കുട്ടികൾക്ക് വല്ല തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരം, ആ തൊണ്ടവേദന ഏത് പറഞ്ഞ വീഡിയോ എടുത്ത് അവരുടെ വായൊന്ന് നോക്കുക. അവിടെ വല്ല ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെള്ള കളറുള്ള പാട വല്ലതും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടറുടെ അടുത്ത് വേഗം കൊണ്ടുപോകാനായിട്ട് നോക്കാം. ഇതാണ് ഡിഫ്തീരിയ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ. ഡിഫ്തീരിയ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണില്ലേ ഇമേജ്? ആ ഫുള്ളായിട്ട് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആയിട്ട് നമുക്ക് എന്താണ് ഒട്ടും ഫുഡ് കഴിക്കുമ്പോഴും അതേപോലെ വെള്ളം കഴിക്കുമ്പോഴും അതേപോലെ ശ്വാസം ഇറക്കാനും കൂടി പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ അസുഖം കൊണ്ടുചെല്ലുന്നത്. ഓക്കെ, ഇതാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം കേട്ടോ. അത് ഇങ്ങനെയൊരു ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ ആ ഇമേജ് ഓർമ്മ വന്നല്ലോ എല്ലാവർക്കും. ഇതിന് വാക്സിൻസ് അവൈലബിൾ ആണ്. കുട്ടികളിലാണ് ബാധിക്കണോണ്ട് തന്നെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എന്താണ് ഈ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കാം. This disease of throat windpipe on trachea, മെയിൻ ആയിട്ട് ട്രക്കിയനെയും തോട്ട് വിൻഡ് പൈപ്പിന്റെ ഇവിടെയാണ് ബാധിക്കുന്നത്. The symptoms are high temperature ഉണ്ടാവും, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, നമുക്ക് ശ്വസിക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. ഈ മെംബ്രൈൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്, ഒരു വെള്ള കളറിൽ ഒരു പാട പോലത്തെ ഒരു മെംബ്രൈൻ എന്ത് ചെയ്യും? നമ്മുടെ തൊണ്ടയിൽ ഡെവലപ്പ് ചെയ്യും. ഇഫ് ദ മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ ദ ഷോർട്ട് പീരീഡ്, നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത് കണ്ടെത്തി മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലെങ്കിൽ ദ ചൈൽഡ് മേ ഡൈ ഓഫ് കുഫിംഗ്, ആ കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഭയങ്കര ഡിഫിക്കൽട്ടി ബ്രീത്തിങ്, ഇത് എന്താ പറയാ, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ചെല്ലുകയും ആ കുട്ടി മരണത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് അഫക്ട് അതർ ചിൽഡ്രൻസ് ഈസിലി. ഇത് ഇൻഫെക്ഷൻ എന്നുവെച്ചാൽ പകർന്ന അസുഖമാണ്. കണ്ടാജീനിയസ് ഡിസീസ് പോലെ പകർന്ന അസുഖമാണ്. ഒരാൾക്ക് ചുമക്കുമ്പോൾ അത് ഡ്രോപ്ലെറ്റ്സ് വരുമെന്ന് പറഞ്ഞില്ല, അതുവഴി മറ്റൊരാളത് ശ്വസിക്കുകയാണെങ്കിൽ അടുത്തുള്ള കുട്ടികൾക്കും ഈ അസുഖം എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? പകരാനുള്ള ചാൻസ് ഉണ്ട് ഡിഫ്തീരിയ. ഓക്കെ, നോക്കാട്ടോ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൊണ്ടയില് ഇവിടെ ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യാൻ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളൊക്കെ ആരെങ്കിലും ചുമ അല്ലെങ്കിൽ തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോ നമ്മളത് എന്ത് ചെയ്യും? നല്ല രീതിയിൽ വായ നോക്കുക, തുറന്നു നോക്കുക, ടോർച്ച് കളിച്ച് നോക്കുക. ഇതേപോലെ എന്തെങ്കിലും വെള്ള കളറുള്ള പാട വല്ലതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം.
ഇത് 2 മുതൽ 5 വരെയുള്ള കുട്ടികളെയാണ് മെയിൻ ആയിട്ട് ഇത് ബാധിക്കുന്നത്. ചുമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക, ഒന്ന് വായിക്കുന്ന കറക്റ്റ് ആയിട്ട് നോക്കുകയല്ല, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ നോക്കുക. പെട്ടെന്ന് സ്പ്രെഡ് ആവും, മറ്റുള്ള കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവും. ഞാൻ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ, ബ്രീതിങ് ഡിഫിക്കൽറ്റി, ജലദോഷം, തൊണ്ടവേദന, ഇവിടെ നല്ല വേദനയായിരിക്കും. ഇതൊക്കെയാണ് അതിനെന്ത് ഇത് കൂടുതലായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങള്. ഇനി 2 to 5 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊന്ന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടീനെ റിക്കവർ ചെയ്യാൻ പറ്റും. ബിലോ 2 years ആണ്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ അസുഖം വരാണെങ്കിൽ ആ കുട്ടികളുടെ എന്താ പറയാ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 5 മുതൽ 20% വരെയാണ്. ഒരു 100 കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ 20 കുട്ടികൾക്കെങ്കിലും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ആന്റി ബാക്ടീരിയൽ ഒരു ഡിസീസ് ആണ്. ഇതിന് എന്താ പറയാ വാക്സിൻസ് അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ ഡിഫ്തീരിയ, ടെറ്റനസ്, ആൻസിലർ പെപ്റ്റിസൈഡ്സ്, നേരത്തെ പറഞ്ഞ 2 വാക്സിൻസും എന്തിനാ അവൈലബിൾ ആണ്? ഈ വാക്സിന് ഒരു 4 അസുഖങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കുന്ന ഒരു വാക്സിൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഒക്കെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നോക്കാം കേട്ടോ. ഈ ചാപ്റ്റർ ഇവിടെ തന്നെ ഉണ്ട്, നോക്കട്ടെ. നമ്മൾ ഡിഫ്തീരിയയുടെ കാര്യമല്ലേ പറഞ്ഞത്, വാക്സിന്റെ കാര്യം. ഡിഫ്തീരിയ, പെപ്റ്റിസൈഡ്സ് ആൻഡ് ടെറ്റനസ് എന്ന് പറയുന്ന ഇതിന് കൊടുക്കണ വാക്സിൻസ് ആണ് എന്ത് ഡെപ്റ്റ ഷോട്ട് അല്ലെങ്കിൽ ഡെപ്റ്റ വാക്സിനും അതേപോലെ തന്നെ വാക്സിൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡെപ്റ്റ എന്ന് പറയുന്നത് നോക്കട്ടെ കേട്ടോ, ഫുൾ ഫോം പറയണില്ല. ഓക്കെ, നമുക്ക് ഫുൾ ഫോം പറയാട്ടെ, പറഞ്ഞു പോവാം, ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. ഞാൻ സ്ക്രോൾ ചെയ്യണതുകൊണ്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണ്ടാവില്ല, കുഴപ്പമില്ല. ഞാനത് വാക്സിന്റെ പേര് അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നോക്കിപ്പോയതാണ്. ഡിഫ്തീരിയയുടെ വാക്സിന്റെ പേര് ഡി ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് നോക്കാം കേട്ടോ. വാക്സിന്റെ പേരാണ് ഷോർട്ടായിട്ട് നമ്മ ഓക്കെ ഡെപ്റ്റ, അതേപോലെ തന്നെ ഓക്കെ ഡിഫ്തീരിയ, പെപ്റ്റിസൈഡ്സ് ആൻഡ് ടെറ്റനസ് വാക്സിൻ. ഓക്കേടാ, ഇതാ ടെറ്റനസ്, ഡിഫ്തീരിയ ആൻഡ് ആൻസിലുലാർ പെപ്റ്റിസൈഡ്സ് എന്നാണ് വാക്സിന്റെ ഫുൾ ഫോം പറയുന്നത്. വാക്സിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത് വേറൊരു പേരും കൂടി ഉണ്ട്. ഒരു കാലഘട്ടത്തില് ഈ അസുഖം വന്ന ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടുകൊണ്ട് ഇത് കില്ലർ ഡിസീസ് എന്നും കൂടി പറയുന്നുണ്ട്. ഡിഫ്തീരിയനെ കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഇതിന് എന്ത് പറയണത്, കില്ലർ ഡിസീസ് എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചത്. വാക്സിൻ കണ്ടുപിടിച്ചിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യണതിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. Okay, diphtheria, diphtheria, tetanus and ancillular petricides അല്ലെങ്കിൽ രണ്ട് വാക്സിൻസ് ഉണ്ട്, ടെറ്റ ആൻഡ് ടെറ്റ. ആ സ്പെല്ലിങ്ങൾ നോക്കാം കേട്ടോ. ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് ആൻസിലുലാർ പെപ്റ്റിസൈഡ്സ്. ടെറ്റനസ്, ഡിഫ്തീരിയ ആൻഡ് ആൻസിലുലാർ പെപ്റ്റിസൈഡ്സ് 2 വാക്സിൻസ് അവൈലബിൾ ആണ്. നമുക്ക് വാക്സിൻസിന്റെ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് വാക്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞത്, ഡിഫ്തീരിയനെ കുറിച്ച് പറഞ്ഞത്. തൊണ്ടയില് ഒരു വെള്ള കളറിലെ പാട രൂപം കൊള്ളും. നമ്മളതിന്റെ ഇമേജ് ഒക്കെ നോക്കി. ഇത് ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് തീരെ ശ്വസിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ട് പോലെ വന്ന് കുട്ടികൾ മരണപ്പെടുന്നതാണ് ചാൻസ്. അത് ശ്വാസം മുട്ട് എന്നാണ്. ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മീനിങ് എന്താണ്, ശ്വാസം മുട്ട് എന്നാണ് അതിന് പറയുന്നത്. ശ്വാസം കിട്ടാതെ ശ്വാസതടസ്സം വന്നിട്ടാണ് കുട്ടികൾ മെയിൻ ആയിട്ട് മരണപ്പെടുന്നത്. അപ്പൊ നമ്മള് കുട്ടികളിൽ നോക്കുമ്പോ ഒരു തീരെ ചുമയോ അല്ലെങ്കിൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൊന്ന് നോക്കാം. കില്ലർ ഡിസീസ്, ഡിഫ്തീരിയയുടെ വേറൊരു പേര് എന്തായിരുന്നു, കില്ലർ ഡിസീസ് കേട്ടോ. അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തൊണ്ടയിൽ എന്തെങ്കിലും ഇതേപോലത്തെ വല്ല പാട ഉണ്ടെങ്കിൽ അതുവഴി ഇൻഫെക്ഷൻസ് ആയിട്ടുണ്ടോ എന്ന് നമ്മ നോക്കാം. അപ്പൊ ഡിഫ്തീരിയനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഡിഫ്തീരിയയുടെ വേറെ പേരാണ് കില്ലർ ഡിസീസ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാട്ടോ. മിസ്സേ ആ ഇറ്റ് അഫക്ട്സ് അതർ ചിൽഡ്രൻ ഈസിലി എന്ന് പറയുന്നില്ലേ, അപ്പൊ ഇത് എങ്ങനെ അഫക്ട് ആവുന്ന, എയർ വഴിയാണോ അതോ? ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയർ വഴി സ്പ്രെഡ് ആവും. ഓക്കെ 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 ഡിഫ്തീരിയ ഒന്നും കൂടി പറയാം. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം നമുക്ക് നമ്മുടെ ഈ വിൻഡ് പൈപ്പ്, തോട്ടിന്റെ വിൻഡ് പൈപ്പിലാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു വെള്ള കളറിലൊരു പാട പോലെ, ഒരു മെംബ്രെയിൻ പോലെ അത് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയാ ഭക്ഷണം ഇറക്കുമ്പോഴും അതേപോലെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര തടസ്സം പോലെ ആയിരിക്കും നമുക്ക് ആദ്യം തോന്നുന്നത്. ഇത് കുട്ടികളെയാണ് ബാധിക്കണമെങ്കിൽ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ വേറെ പേരാണ് കില്ലർ ഡിസീസ്. കുട്ടികളിലാണ് വരണമെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മരണം വരെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ഡിഫ്തീരിയ നമ്മൾ എന്ത് പറയുന്നത് കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. ഒരു ഏജ് വരെ, ഒരു 1950 വരെ ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു പോകലായിരുന്നു. വാക്സിൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വാക്സിൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് 100% എന്താണ് നമുക്ക് 100% ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന വാക്സിൻ ആണ്. ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഇങ്ങനെ അസുഖം വന്നതായിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല. ഓക്കെ പിന്നെന്താ പറഞ്ഞത്, കുട്ടികളുടെയാണ് ബാധിക്കണേന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസതടസ്സം വന്നിട്ടാണ് നമ്മൾ മരണം സംഭവിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് വരും, ശ്വാസതടസ്സവും അതേപോലെ തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് നമ്മൾ മരണപ്പെട്ട് പോവുകയാണ് ചെയ്യാറ്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ മിസ്. മിസ് ഇതിന്റെ നോട്ട്ബുക്ക് തരില്ല, ലെക്ചർ നോട്ട്ബുക്ക് ആയിട്ടൊന്നും തരില്ല? ലെക്ചർ നോട്ട്ബുക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണോണ്ടാ. ഒരു നോട്ട്ബുക്ക് എടുക്കുക, മിസ്സിന്റെ പേര് എഴുതുക, ആ മിസ് എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് എഴുതുക, എന്തൊക്കെയാണ് ലെക്ചർ നോട്ട് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഓരോ ഹൈഫൺ കൊടുത്ത് ഇന്ന ഇപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് അസുഖങ്ങളെ കുറിച്ചാണ്. അപ്പൊ വൂഫിംഗ് കഫ് എന്ന് പറഞ്ഞു, അപ്പൊ അതിന് വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 days of കഫ് പെപ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ആ പേരുകൾ എഴുതാം. ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ തന്നെ ലെക്ചർ നോട്ട് എഴുതുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ സെപ്പറേറ്റ് നോട്ട് തരാണെങ്കിൽ നമ്മൾ ഓൾറെഡി PDF പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് ആക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വീണ്ടും സെപ്പറേറ്റ് നോട്ട് തരുമ്പോൾ ഞങ്ങൾക്ക് ടൈം അത്രയും എഫേർട്ട് പോവാണ്. നമുക്ക് ആദ്യം കിട്ടണം 1 hourly നോട്ട് തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഇനി അടുത്ത അസുഖം ഇനി അടുത്ത അസുഖം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെറ്റനസ് ആണ് കേട്ടോ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ടെറ്റനസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. TT ഷോർട്ട് ആയിട്ടൊക്കെ TT എന്ന് പറയും കേട്ടോ. നമ്മള് ഈ നമുക്ക് എന്തെങ്കിലും മുറിവ് ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെയാണ് ഈ അസുഖം എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, പാടത്തും പറമ്പത്തിലൊക്കെ പോയി കളിക്കും. അവിടെയൊക്കെ ആയിരിക്കും ഈ അവിടെയൊക്കെ എന്താണ് ഈ കന്നുകാലികളൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടാവും. ഈ കന്നുകാലികളിലെ എന്താ പറയാ കൗഡങ്ങിലും അതേപോലെ ഹോസ്റ്റങ്ങിലൊക്കെ ഈ ടെറ്റനസിന്റെ ജേംസ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഈ ജേംസ് ഉണ്ട്. ഇതില് കുട്ടിക്ക് മുറിവുള്ള കാലം കൊണ്ട് ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതായിട്ട് എന്തെങ്കിലും മുറിവുള്ള കൈ കൊണ്ട് കളയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ ടെറ്റനസ് എന്ന് പറയുന്ന വാക്സിൻ അവരുടെ കാലിലേക്ക് കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തി അത് നെർവസ് സിസ്റ്റത്തിനെ ഫസ്റ്റ് തന്നെ പോയി അഫക്ട് ചെയ്യണ എവിടെയും നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ മസിൽസ് പ്രോപ്പർ ആയിരിക്കില്ല, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മസിൽസ് എന്താവില്ല, മൂവ് ആവില്ല. അത് പിന്നെ മസിൽസിനെയാണ് പിന്നെ അത് ബാധിക്കുന്നത്. ടെറ്റനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ടെറ്റനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് മൊത്തമായിട്ട് ബാധിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കോവിഡിന്റെ സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന്റെ കാലം ഈ അവർക്ക് തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു. തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് കമ്പി എന്തോ പശുവിനൊക്കെ കെട്ടുന്ന ഒരു കമ്പിയായിരുന്നു. ആ കമ്പിയില് കുത്തിയിട്ട് കാല് തട്ടിയിട്ട് കാല് പൊട്ടി. സാധാരണ കാല് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വെള്ള കളറിലെ തുണി എടുത്ത് കെട്ടി വെച്ചു. ചേട്ടനും അതേപോലെ തന്നെ വെള്ള കളറിലെ തുണി എടുത്ത് കെട്ടി വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ ചേട്ടൻ TT ഒന്നും എടുക്കാനായിട്ട് പോയില്ല, വാക്സിൻസ് ഒന്നും എടുക്കാൻ പോയില്ല. വീണ്ടും ആ ചേട്ടന്റെ പണി കണ്ടിന്യൂ ചെയ്തു. പശുവിനെ നോക്കി കുളിപ്പിക്കുക, പശുവിനെ നോക്കുക, കുളിപ്പിക്കുക. പിന്നെയും ആ ചേട്ടൻ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നോക്കിയപ്പോഴാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ മുറിവ് ഉണങ്ങണില്ല, പഴുക്കണതായിട്ട് തോന്നി. ദെൻ അപ്പോഴെന്ത് ചെയ്തു, കുറച്ച് മുറിവടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് അപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിന്നില്ല. പക്ഷെ ഈ കാലിന്റെ പാദം മൊത്തമായിട്ട് പഴുത്ത പോലെ അനക്കാൻ പറ്റാത്ത വേദനയായപ്പോ എന്ത് ചെയ്തു, ചേട്ടൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ അവര് പറഞ്ഞു ഇത് TT വാക്സിൻ എടുക്കാത്തതുകൊണ്ട് വന്നതാണ്, നിങ്ങള് എന്താ പറയാ
നിങ്ങൾ കാല് അല്ലെങ്കിൽ നിങ്ങൾ നടക്കണ അന്തരീക്ഷത്തിനായിരിക്കും അസുഖം വന്നത്. അപ്പൊ അന്വേഷിച്ചപ്പോ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാണകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ടിടിയുടെ എന്താണ് ടെറ്റനസിന്റെ വൈറസ് ഉണ്ടായിരുന്നു, ജേംസ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കാലിലേക്ക് കയറിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആദ്യം ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മാറും എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ഈ കൊറോണയുടെ ഒക്കെ ടൈം ആയിരുന്നു ഈ സംഭവം നടന്നത്. അപ്പൊ നമ്മൾ അറിയണമൊന്നുമില്ല, ഹോസ്പിറ്റലൊക്കെ പോകാനൊക്കെ ആൾക്കാർക്ക് മടിയായിരുന്നല്ല. ആ ഒരു മടിയും വെച്ചുകൊണ്ടാണ് ആ ചേട്ടൻ ആദ്യം ഒന്നും ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടി എടുക്കാനോ മടി കാണിച്ചത്. പക്ഷെ ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ അതെന്ത് ചെയ്യേണ്ടി വന്നു, ആ കാല് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. കാല് മുറിച്ച് കളഞ്ഞ് ആ ചേട്ടൻ ഇപ്പൊ മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി നടന്നിരുന്ന ആള് ഇപ്പൊ ഒരു കാലം കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചിട്ടാണ് ആ ചേട്ടന്റെ കാല് മുറിച്ചത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങള് അറിയണില്ല. ഗൂഗിളിൽ നിന്ന് അടിച്ച് ടെറ്റനസിന്റെ ഇതെടുത്ത് അയക്കുക. ഓക്കെ, അപ്പൊ എന്താ പറയണത്, അത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതെന്താണ് അസുഖം എന്നൊന്നും മനസ്സിലായില്ല. ആ ചേട്ടൻ കാലം മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൊറോണയൊക്കെ മാറി കഴിഞ്ഞപ്പോ നമ്മ വന്നപ്പോഴാണ് എന്ത് പറ്റി കാലം മുറിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അയാളാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അസുഖം പറഞ്ഞാല് നമ്മൾ ഈ നമ്മുടെ എന്താ പറയാ ഈ ഓർഗൻസിന്റെ പാർട്സ്, നമ്മുടെ ഇപ്പൊ കാലായിരുന്നു ആ ചേട്ടൻ മുറിച്ച് കളയേണ്ട വന്നത്, കാലുകളിലേക്കാണ് എന്ത് കയറിയത്, ഈ ഇൻഫെക്ഷൻ വന്നത് കയറിയതുകൊണ്ട് കാലായിരുന്നു അത് മുറിച്ചു കളയേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ അത് ശരീരത്തിലേക്ക് മൊത്തമായിട്ട് ബാധിക്കുമെന്ന് അവർ പറഞ്ഞു. അത് ലൈഫിലും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, കാലെന്തെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് മുറിച്ചു കളയേണ്ടതായിട്ട് വന്നു. ഓക്കെ, ടെറ്റനസ് നോക്കാം കേട്ടോ. ദ ജേംസ് എൻ്റർ ദ ബോഡി ത്രൂ ഇഞ്ചുറീസ്. നമുക്ക് മുറിവിലൂടെയാണ് ഈ അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഇറ്റ് ആക്ട്സ് ഓൺ ദ നെർവസ് സിസ്റ്റം. ആദ്യം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. നെർവസ് സിസ്റ്റം കൊളാപ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ഭൂരിഭാഗം ആക്ടിവിറ്റീസും എന്താണ് പ്രോപ്പർ ആയിട്ട് നടക്കുക. ഇൻഡിഫറൻസ് ഇൻ മസിൽസ്. നമ്മുടെ മസിൽസ് ഇൻഡിഫറന്റ് ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മസിൽസ് മൂവ് ആവില്ല. അപ്പൊ കൈ ഇങ്ങനെ എടുത്ത് മൂവ് ചെയ്യണം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ആ സിഗ്നൽ പോകണമല്ല. അങ്ങനെ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ സിഗ്നൽസ് പോകില്ല. മെയിൻ ആയിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ നല്ല വേദനയൊക്കെ ആയിരിക്കും. നമ്മുടെ ജോയിന്റ് ഒക്കെ നല്ല വേദനയൊക്കെ ആയിരിക്കും. ഇറ്റ്സ് ദ പ്രൈമറി സിംറ്റം ഓഫ് ദ ഡിസീസ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി സിംറ്റം ആയിട്ട് പറയുന്നത്. The muscle spasm makes breathing difficulty and even the patient will not able to breathe in advanced condition. അത് നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു രീതിയിലാണ് ഇത് വന്നെങ്കിൽ പിന്നെ അത് നമ്മുടെ കണ്ടീഷൻ വേഴ്സ് ആവുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ അസുഖം നമ്മളെ കൊണ്ടെത്തിക്കും, മരണം വരെ സംഭവിക്കാം. The bacteria that cause this disease grow in cow dung and horse dung. ഈ അസുഖം വരുത്തുന്ന ബാക്ടീരിയ എവിടെയാണ് വളരുന്നത്? ഈ കൗ ഡങ്ങിലും അതേപോലെ ഹോസ് ഡങ്ങിലും ഉണ്ട്. Even small wounds should be cared for properly. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ കുട്ടികള് പാടത്തും പറമ്പത്തൊക്കെയാണ് പോയി കളിക്കുന്നത്. അവിടെ ഈ കന്നുകാലിയുടെ ആൾക്കാർ കൊണ്ടുവന്ന് കെട്ടാറുണ്ട്. അതുകൊണ്ട് ഈ മുറിവിലൂടെ നമുക്ക് ഈ അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, കുട്ടികളാണെങ്കിൽ കുട്ടികളോട് പ്രോപ്പർ ആയിട്ട് അവരോട് എന്ത് ചെയ്യാം, മുറിവൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ട്രീറ്റ് എടുക്കേണ്ടതാണെങ്കിൽ ഇങ്ങനത്തെ പീരീഡിൽ ട്രീറ്റ് എടുക്കാനുണ്ട്. അപ്പൊ ആ പീരീഡിൽ ആ ട്രീറ്റ് എടുത്തിട്ടുണ്ട് കൺഫേം ചെയ്യാം. കുട്ടികൾക്കൊക്കെ ട്രീറ്റ് അവരുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്ര ടെൻഷൻ ഇല്ലെങ്കിലും കുട്ടികളോട് പറയാ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് കളിക്കാനൊക്കെ പോകാനായിട്ട്. മുറിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ മുറിവുള്ള കാല് വെച്ച് നടക്കാനോ അല്ലെങ്കിൽ കാലുകൾ കൂരി പുറത്തിട്ടിട്ട് കളിക്കാനൊക്കെ പോകില്ല, അങ്ങനെയൊന്നും പോകരുത്. നമ്മുടെ കുട്ടികളോട് എന്ത് ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 അസുഖങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ. ഓക്കെ, കൗഡങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകം. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടെന്ന് നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, വേഗം വായിച്ചു നോക്ക്.
എല്ലാരും വായിച്ചു നോക്കാം കേട്ടോ. മിസ് വായിച്ചു. ഓക്കെ. മസിൽസ്, നമുക്ക് മസിലിലൊക്കെ വീക്കം വരൂലേ, അല്ലെങ്കിൽ മസിൽസ് പ്രോപ്പർ വർക്ക് ചെയ്യൂല, ആ ഒരു നീര് വരാ അങ്ങനെയൊക്കെ കേട്ടോ. ഈ സിപ്പിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഈ മുറിവ് വലിയുന്നതിന്റെ ആണോ? എന്താണ് സിപ്പിംഗ് ഡിഫിക്കൽട്ടി? ആ, ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അത് തന്നെ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണോ? ടെറ്റനസിനകത്തെ മസിൽസ് അല്ല മിസ്, മറ്റേ ആദ്യം മസിൽസിന്റെ ഡിഫിക്കൽട്ടീസ് കഴിഞ്ഞിട്ട് സിപ്പിംഗ് ഡിഫിക്കൽട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും. നമുക്കത് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കാനോ ഒക്കെ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉദ്ദേശിച്ചതിലേക്ക് എത്തില്ല. അതാണ് മസിൽസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ത് മെയിൻ ആയിട്ട് ടെറ്റനസ് എന്ന് പറയുന്നത്. ഇഞ്ചുറി വഴിയാണ് വന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. ആൻസറും മെസ്സേജ് വോയിസ് അയക്കേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ മിസ്. ഓക്കെ. Dash is the major carrier of infection disease. Dash is the major carrier of infection disease. Fly. Okay, fly ആണ് major carrier of infection disease. ഞാൻ ഈ പറയുന്ന അസുഖങ്ങളെ ഏത് ഫാക്ടർ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മീഡിയം ഉള്ളത് പറയണം കേട്ടോ. പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ഡാഷ് വേസ്. പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ഡാഷ് വേസ്. വൈറസോ? ഓക്കെ, ഇവിടെയാണ് പറയുന്നത് ഡിസീസസ് ലൈക്ക് പോളിയോ, dirty hands and feet ആണ്. dirty hands and feet. അത് ഈ ടെറ്റനസ് എവിടെയും പറയുന്നുണ്ടായിരുന്നില്ല. ടെറ്റനസ് നോക്കുമ്പോൾ എന്താണ്, ഡേറ്റി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വഴിയാണ് പകർന്നത്. അത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ. Whooping cough is the dash disease. ഓപ്ഷനിൽ കണ്ടാജീനിയസിന്റെ ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ whooping cough is dash disease infection. Okay. Whooping cough is also known as dash. Whooping cough is also known as dash. Infection disease. Pertussis. Okay, pertussis. 100 days of cough. Okay, cough of 100 days. മൂന്നുണ്ടെന്ന് വിചാരിക്കുക. Pertussis, 100 days of cough. Cough of 100 days ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ all of the above ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? all of the above കൊടുക്കണം കേട്ടോ. Dash disease spread through cow dung and horse dung. Dash disease are tetanus. Okay. ഞാനിപ്പോ ചുമ്മാ ക്വസ്റ്റ്യൻസ് നോക്കിയാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ഓൺവേർഡ്സിൽ സ്പോട്ടിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വന്ന എക്സാമിൽ വന്നത്. സോ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ പോർഷൻ തന്നെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇപ്പൊ എടുത്ത പോർഷൻ വല്ല ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല മിസ്. ഔട്ട് ഓഫ് സിലബസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് നമ്മൾ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കി. ഇപ്പൊ മലേറിയ എന്ന് പറയുന്ന അസുഖം എങ്ങനെയാ വരുന്നത്, ഏത് ടൈപ്പ് കൊതുവാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് ആ ഒരു കൊതുകിന്റെ പേര് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു ഇത് പറയണമെന്നുള്ളൂ. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏത് കൊതു വഴിയാണ് അത് വരുത്തണേന്നുള്ളത്, ഏത് മോസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യണേന്ന് നമ്മളത് പഠിച്ചു വെക്കണം. അത്രേ ഉള്ളൂ. ചാണകം ഡമ്പ്. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഇല്ല മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. അപ്പൊ ഒരു കാര്യം, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാവരും പ്രേയറിനുള്ളത് കേട്ടില്ല മിസ്. പ്രേയർ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ഓരോ ദിവസം ഓരോരുത്തരായിരിക്കണം പറയണേ കേട്ടോ, പറയേണ്ടത്. ഓക്കെ, താങ്ക് യു. Okay, miss.
താങ്ക് യു മിസ്. ക്ലാസ് കഴിഞ്ഞോ മിസ്? Thank you, ma'am.